ശരി, ശ്രീ തൗഫീഖ് രാജൻ, ഇത് വി ഡി സതീശൻ എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത്? ഇതൊരു ജോസ് കെ മാണിയെ പിടിച്ചു നിർത്തുവാനായിട്ട് CPM നടത്തിയ ഒരു ഡീൽ, ആ ഒരു അർത്ഥത്തിൽ തന്നെ കാണാമല്ലോ, ഇല്ലേ? അല്പം പരിഹാസ ചുവയും ആ വാചകങ്ങളിലുണ്ട്. അല്ല മഞ്ജുഷ, ഇവിടെ വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ കേരള കോൺഗ്രസ് എമ്മിനെ അങ്ങേക്ക് അടക്കം അറിയാം, UDF ഔദ്യോഗികമായി യാതൊരു തരത്തിലും അവരെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു മുന്നണിയിൽ നിൽക്കുന്ന കക്ഷിയാണ്, അങ്ങേക്കും എനിക്കും അറിയാം. ഇപ്പോൾ നിലവിൽ കേരള കോൺഗ്രസ് എം ഇന്നലെ വീണ്ടും അവർ അത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ ഒരു മുന്നണിയിൽ നിൽക്കുന്ന കക്ഷിയാണ്. അവർ പരസ്യമായി ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ അവരുമായി കൂടുതൽ ഒരു ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യമൊന്നും നിലവിലില്ല. അതേസമയം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും കൂടുതലൊന്നും പറഞ്ഞ് അവരെ അബദ്ധത്തിലോ അല്ലെങ്കിൽ കുഴപ്പത്തിലോ ഒന്നും ആക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. അത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ശരി, അവർ UDF പ്രവേശനം ആഗ്രഹിക്കുന്നു എന്നുള്ള നിലപാട്, അത്തരത്തിലേക്കുള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ, വളരെ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയാൽ നേതൃത്വം അനിവാര്യമായ ആലോചനകൾ ആ വിഷയത്തിൽ നടത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങ് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ ഒരു ബൈറ്റ് അത് കേൾപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതായത് ഈ കെ മാണിയെ ശപിച്ചവർ തന്നെ അദ്ദേഹത്തിന്റെ സ്മാരകം നൽകിയത് അത് സന്തോഷകരം തന്നെയാണ്. അദ്ദേഹത്തെ ഏതെല്ലാം രീതിയിലാണ് ആക്ഷേപിക്കാൻ ശ്രമിച്ചതെന്ന് നമ്മൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. എന്റെ ചോദ്യം, ഈ നരകത്തിൽ വെന്തു മരിക്കുമെന്ന കെ മാണിയെ ശപിച്ചവർ ആരാണ് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. നരകതയിൽ വെന്തു മരിക്കുമെന്ന കെ മാണിയെ ശപിച്ചവർ ആരാണ് എന്നുള്ള ചോദ്യം. അതിനിപ്പുറത്തേക്ക് കോഴമാണി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കെ മാണി സാറിനെ അപമാനിക്കാൻ ശ്രമിച്ചവർ ആരാണ് എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. നോട്ടിനെ പ്രസവിക്കുന്ന യന്ത്രം ഇപ്പോഴും കരിങ്കോയിക്കലിലുണ്ട്, ആ തലവാട്ടിലുണ്ട്. ഇത് തന്നെയാണോ ഇപ്പോഴും CPM സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ നിലപാട്? ഇപ്പോഴും ഇത് തന്നെയാണോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. അന്ന് ബഡ്ജറ്റ് അടക്കം അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ അന്ന് നിയമസഭയിൽ മാണി സാറിനെ അപമാനിച്ച് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ തെറ്റാണ് എന്ന ഏതെങ്കിലും ഒരു CPM നേതാവ് പറഞ്ഞിട്ടുണ്ട്? അന്ന് സഭയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് മന്ത്രിസഭയിൽ അടക്കമുണ്ട്. ആ ആളുകൾക്ക് അന്ന് തങ്ങൾ കാട്ടിക്കൂട്ടിയ പ്രവൃത്തികളും ചെയ്തികളും ഒക്കെ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇവിടെ ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴാണ് വളരെ കൃത്യമാണ്. എന്താണ് ഇവിടെ എല്ലാ കാലഘട്ടത്തിലും കഴിഞ്ഞ 9.5 വർഷക്കാലമായി, ഇപ്പൊ 9.25 വർഷമാവുന്നു, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സമസ്ത മേഖലകളും തച്ചു തകർത്ത ഒരു സർക്കാരിനെതിരെ ജനങ്ങൾ വിധിയെഴുതാൻ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ട്രയൽ റണ്ണിൽ, അത് ഡിസംബർ മാസത്തിൽ നടന്ന ട്രയൽ റണ്ണിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ പാലായിൽ ഉൾപ്പെടെ അത് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇനി കേരള കോൺഗ്രസ് എം, ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, കേരള കോൺഗ്രസ് എം ഇനി വന്നാലും ശരി അവരില്ലെങ്കിലും ശരി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള 100 സീറ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വെക്കുമ്പോൾ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് പറഞ്ഞത്? ഒരു രാഷ്ട്രീയ വിസ്മയം നടക്കാൻ പോകുന്നു, രാഷ്ട്രീയ അടിത്തറ വിപുലീകരിക്കും. ആ നിലപാടിൽ തന്നെ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് മനുഷ്യ. ഇവിടെ വിസ്മയം എന്ന് പറയുന്നത് ജോസ് കെ മാണിയെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചർച്ചകളും നടന്നിട്ടുണ്ട്. താങ്കൾ ഇപ്പോഴും ഈ പഴയ 5 വർഷം മുൻപ് കോൺഗ്രസും UDF ഉന്നയിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. അതായത് ഈ കോഴമാണി എന്ന് വിളിച്ചത് ആരാണ്, നിയമസഭ തല്ലിപ്പൊളിച്ചത് ആരാണ്, ഇതൊക്കെയാണ് ഉന്നയിക്കുന്നത് ഇപ്പോഴും. അതിനേക്കാളൊക്കെ കാലം കടന്നുപോയി. CPM കേരള കോൺഗ്രസിനെ സ്വാഗതം ചെയ്യുകയും കേരള കോൺഗ്രസ് LDFിൽ സംതൃപ്തരാണെന്ന് പറയുകയും ചെയ്ത 5 വർഷങ്ങളാണ് കടന്നുപോയത്. ഇനി ആ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇനി തിരികെ ഇവരെ കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ KM മാണിക്ക് സ്മാരകം അനുവദിച്ചവർ തന്നെ KM മാണിയെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൽ ഇനി അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് CPMനെതിരെ സംസാരിക്കാൻ പറ്റുന്ന അതേ ആർജവം കേരള കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതായത് കേരള കോൺഗ്രസ് എം തിരികെ വരും, അവരെ പ്രകോപിപ്പിക്കരുത് എന്നുള്ള ഒരു കൃത്യമായ നിലപാട് കോൺഗ്രസിനുണ്ട് ഇപ്പോഴും. മഞ്ജുഷ, ഒരു നിലപാടിന്റെയും ഒരു ആശയക്കുഴപ്പത്തിന്റെ അടിസ്ഥാനമില്ല. ഞാൻ മഞ്ജുഷിനോട് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർ UDF പ്രവേശനം, അതായത് കേരള കോൺഗ്രസ് എം ഔദ്യോഗികമായി UDF പ്രവേശനം ആഗ്രഹിക്കുന്നു എന്നുള്ള നിലപാട് വ്യക്തമാക്കിയാൽ അതിനെപ്പറ്റി ബന്ധപ്പെട്ട നേതൃത്വം ആലോചിക്കുകയും അനിവാര്യമായിട്ടുള്ള തീരുമാനം ആ വിഷയത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങ് ഈ ഘട്ടത്തിലടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളൂ. പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ ആ ചോദ്യങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ചോദ്യങ്ങൾ ആവർത്തിക്കാൻ തയ്യാറാവുന്നത്. ഇനി
കേരള കോൺഗ്രസ് എം ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങ് ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. ഇനി കേരള കോൺഗ്രസ് എം വന്നാലും ഇല്ലെങ്കിലും ഞാൻ മുൻപ് സൂചിപ്പിച്ചു 100+ ആണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തും. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം ഇല്ലാതെ തന്നെയാണ് ഇത്തരത്തിൽ മെച്ചപ്പെട്ട ഒരു മുന്നേറ്റം, മെച്ചപ്പെട്ട ഒരു പ്രകടനം അത് മധ്യ കേരളത്തിൽ അടക്കം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചത്. പാലാ നഗരസഭ അടക്കം ഒരു ഉജ്ജ്വല മുന്നേറ്റം നടത്തി. പാലാ നഗരസഭയിൽ UDF-ന്റെ, കേരള കോൺഗ്രസ് ഇല്ലാത്ത UDF-ന്റെ ഒരു മുന്നണി അത് അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി കേരള കോൺഗ്രസ് എം ഉള്ളിടത്താണ് ഭരണമുള്ളത് എന്നുള്ളതാണ് പാർട്ടി ചെയർമാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോ അത് എന്താണ്? അത് വ്യക്തമായ ഒരു മാറ്റത്തിന്റെ സൂചനയല്ലേ? അത് വ്യക്തമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം. ഇല്ല, അത് അദ്ദേഹം മറ്റൊരു കോൺഗ്രസിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കേരള കോൺഗ്രസ് ഉള്ളിടത്താണ് ഭരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ LDF-ൽ ഉറച്ചു നിൽക്കുന്നു, അപ്പോൾ LDF-ന്റെ കയ്യിലേക്കാണ് ഭരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ എവിടെയാണോ അവിടെ ഭരണം എന്നാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഷോൺ ജോർജ് BJP നേതാവ് ടെലിഫോണിലായി ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, ഇവിടെ കോൺഗ്രസുകാർ ഇപ്പോൾ പറയുന്നത് ജോസ് കെ മാണി വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും, അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തെളിയിച്ചതാണ് എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതായിരുന്നു ഇവരുടെ നിലപാട്. മറ്റൊരു കാര്യം ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ പറഞ്ഞിരുന്നു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അങ്ങനെ ഒരു ചർച്ചയൊന്നും നടന്നിട്ടില്ല, അത് ഒരു അഭ്യൂഹം പരന്നതാണ് എന്ന്. അങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട് 100%. അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ആരിറങ്ങിയാലും ഇപ്പോൾ പാർട്ടിയിൽ നിന്നും റോഷി അഗസ്റ്റൻ, പ്രമോദ് നാരായണൻ ഉൾപ്പെടെയുള്ള MLA-മാർ അതിന് വിരുദ്ധമായി നിൽക്കുകയും അവരെ പിണറായിക്ക് കൂടെ നിർത്താൻ കഴിയുകയും ചെയ്തതുകൊണ്ട് മാത്രം ഒളിഞ്ഞുപോയ ഒരു മുന്നണി മാറ്റമാണ് അദ്ദേഹം പറഞ്ഞ. ഞാൻ ഇപ്പോഴും പറയുന്നു, ചർച്ച ഇപ്പോഴും, ഡിസ്കഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെയും ഇത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടുണ്ട്. അത് എന്താ ഇവർ ഈ കോൺഗ്രസിന്റെ കൃത്യമായ നിലപാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അവർ നിലപാട് സ്വീകരിച്ചാൽ. പരസ്പരം ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ നാണക്കേടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ സ്വീകരിക്കാം. അപ്പൊ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഈ CPM കഴിഞ്ഞ CPM-ന്റെ കാര്യം പോട്ടെ, കാരണം അവര് മാണി സാറിനെതിരെ ഇത്രയേറെ ആരോപണം ഉന്നയിച്ച് തെരുവ് മുഴുവൻ, എന്തിനാ നിയമസഭ മുഴുവൻ അടിച്ചു പൊളിച്ചിട്ട് പോലും യാതൊരു മടിയും ഇല്ലാതെ അവരെ സ്വീകരിച്ചു കൂടെ ഇരിക്കുന്നു. ഞാൻ പോട്ടെ, ഇനി വേറൊരു കാര്യം പറയാം, നിങ്ങൾ ആർക്കും അറിയാൻ മേലാത്തൊരു കാര്യം. മാണി സാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മിക്സഡ് എക്കണോമി ആണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അധ്വാന വർഗ സിദ്ധാന്തം അതൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. ഒരു പക്ഷേ ജേക്കബ് സാറിന് അത് എപ്പോഴെങ്കിലും അത് വായിച്ചു നോക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കണം. അതിന്റെ തുടക്കം, ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ലോകത്തിന് സ്വീകാര്യമല്ലാത്തതും പ്രാക്ടിക്കലും അല്ലാത്തതുമായ ഒരു ഇസമുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാണി സാറിന്റെ അധ്വാന വർഗ സിദ്ധാന്തം തുടങ്ങുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരള കോൺഗ്രസ് എം കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്ത് വന്നതുകൊണ്ട് കേരള കോൺഗ്രസ് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയതല്ലാതെ കേരള കോൺഗ്രസ് പ്രദാനം ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അവർക്ക് കഴിയും? ഇനി അവർ അവിടുന്ന് UDF-ലേക്ക് എത്തിന്ന് വെച്ചു. ഇപ്പോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് UDF-ലുണ്ട്. ജോസഫ് ഗ്രൂപ്പിന് വലിയ അസ്വസ്ഥതയാണ് ഇവര് വരുന്നതിന്. മാത്രമല്ല അവർക്കുള്ള, ഞാൻ പറഞ്ഞില്ല, കൃത്യമായി കുട്ടനാട് ഉൾപ്പെടെ 2 സീറ്റുകളുടെ ചർച്ചയുടെ തർക്കം മാത്രമേ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ മിനിഞ്ഞാന്ന് രാത്രി വരെ. അതാണ് ഇന്നലെ ആയപ്പോഴത്തേനും ഇതിങ്ങനെയൊക്കെ ആയത്. അത് റോഷിയുടെ ശക്തമായ എതിർപ്പ് കൊണ്ട് സംഭവിച്ചാണ്. ഇനി കേരള കോൺഗ്രസിൽ നിന്നും ജോസഫ് ഗ്രൂപ്പ് അവിടെ UDF-ലുണ്ട്. ഇനി ഇവരും കൂടെ UDF-ലേക്ക് ചെല്ലാന്നിരിക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ കോൺഗ്രസിന്റെ നേതാക്കളോട്, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുവാൻ. നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. നമ്മുടെ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റമൊക്കെ മാറ്റിയിട്ട് നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.